നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരിയിൽ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. മണ്ഡലത്തിൽ ഇനി വാശിയേറിയ ത്രികോണ പോരാട്ടം. LDF-നായി സേവ്യർ ചിറ്റിലപ്പള്ളിയും UDF-നായി യുവനേതാവ് PN വൈശാഖും NDA സ്ഥാനാർത്ഥിയായി TS ഉല്ലാസ് ബാബുവും ജനവിധി തേടും. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി LDF പ്രചാരണത്തിൽ മുന്നേറുമ്പോൾ വികസന മുരടിപ്പ് ആരോപിച്ചാണ് UDF മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നത്. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ പോലീസ് കാവലിൽ ട്രയൽ റൺ നടത്തി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കുന്നംകുളം ACPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹമാണ് പ്ലാന്റിന് സുരക്ഷയൊരുക്കിയത്. പ്രതിഷേധവുമായി എത്തിയ UDF CPIM പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നീക്കി. പ്ലാന്റിനെതിരെ ശക്തമായ സമരം തുടരുമെന്ന് രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും വ്യക്തമാക്കി. വേലൂർ തയ്യൂരിൽ ബൈക്കിൽ കാട്ടുപന്നിയിടിച്ച് തയ്യൂർ ക്ഷീരസംഘം സെക്രട്ടറി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. തയ്യൂർ മേലേപ്പുരയ്ക്കൽ കൃഷ്ണൻ, ഭാര്യ സുജ, മകൾ എന്നിവർക്കാണ് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വേലൂർ ചുങ്കം റോഡിൽ വെച്ച് പരിക്കേറ്റത്. നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ 3 അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃത്താല മണ്ഡലം നിലനിർത്താൻ LDF സ്ഥാനാർത്ഥി MP രാജേഷും തിരിച്ചുപിടിക്കാൻ UDF സ്ഥാനാർത്ഥി VT ബൽറാമും പ്രചാരണം ശക്തമാക്കി. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി MP രാജേഷ് റോഡ് ഷോകളുമായി മുന്നേറുമ്പോൾ തൃത്താലയ്ക്ക് ബൽറാമാണ് ബെസ്റ്റ് എന്ന മുദ്രാവാക്യമുയർത്തി VT ബൽറാമും സജീവമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ പ്രമുഖ നേതാക്കൾ കൂടി എത്തുന്നതോടെ തൃത്താലയിൽ വാശിയേറിയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്.